ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് ദിവ്യകാരുണ്യം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. വിശുദ്ധ കുർബാന ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്തായിത്തീരുമായിരുന്നു? നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം വിശുദ്ധ കുർബാനയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മളെ തൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ ഈ ഒരു വിളി നമ്മുടെ ഉള്ളിൽ എപ്പോഴും എത്തുന്നുണ്ട്. അവിടുത്തെ അടുത്തേക്കൊന്ന് ചെല്ലുവാനുള്ള ഒരു ആകർഷണം ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും തോറും വീണ്ടും വീണ്ടും ഈ ആകർഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ദൈവവുമായിട്ട്, ദിവ്യകാരുണ്യനാഥനുമായിട്ട് ഒന്ന് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് ദൈവം തന്നെ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു ദിവ്യകാരുണ്യ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. ദിവ്യകാരുണ്യ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പുറപ്പെട്ടു തുടങ്ങും. അങ്ങനെ നമ്മളിൽ നിന്നും പുറപ്പെടുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനേകരിലേക്ക് എത്തിച്ചേരും. ഉദാഹരണത്തിന്, എൻ്റെ കൂടെ ജീവിക്കുന്നവരിലേക്ക് എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങൾ എന്നോടടുത്ത് ഇടപഴകുന്നവരിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവരും ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങളാൽ നിറയും. അങ്ങനെ ഈ ഫലങ്ങൾ ഭൂമി മുഴുവനും നിറയാൻ ഇടയാകണം. അങ്ങനെ ഭൂമി മുഴുവൻ നിറയാൻ ഇടയാകുന്ന ഈ ദിവ്യകാരുണ്യ അനുഭവം, ദിവ്യകാരുണ്യ ഫലങ്ങൾ, അതുകൊണ്ട് ലോകം മുഴുവനും ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്കും ആഗ്രഹിക്കാൻ സാധിച്ചാൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുമ്പോൾ അത് അനേകരിലേക്കും അങ്ങനെ ലോകം മുഴുവനും ദിവ്യകാരുണ്യ ഫലങ്ങൾ നിറയാൻ ഇടയായിത്തീരും. ഈശോ നമ്മോട് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ ഇതൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലമാണ്. ഏറ്റവും വലിയ ഫലമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഫലമാണ്. പരസ്പരം പാദങ്ങൾ കഴുകുന്ന അത്രത്തോളം എത്തി നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ അരൂപി. 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് ശേഷമാണ് ഈശോ പെസഹ ദിവസങ്ങളിലൂടെ കടന്നുപോയത്. പെസഹായുടെ ഏറ്റവും വലിയ അനുഗ്രഹം വിശുദ്ധ കുർബാന നമുക്ക് നൽകി എന്നുള്ളതാണ്. ജീവൻ്റെ അപ്പം, ഒരിക്കലും വിശക്കുകയില്ലാത്ത ജീവൻ്റെ അപ്പം, ഒരിക്കലും ദാഹിക്കുകയില്ലാത്ത ജീവൻ്റെ അപ്പം. സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യും. ആ ജീവൻ്റെ ജലം കുടിച്ചാൽ പിന്നെ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല, നിനക്ക് വിശക്കുകയുമില്ല. അപ്പോൾ ആ സ്ത്രീ ആ ജീവൻ്റെ ജലം എന്താണ് എന്നറിയാതെ, എന്നാൽ ആ വെള്ളം എനിക്ക് തരിക, ഞാനിനി വെള്ളം കോരാൻ വരണ്ടല്ലോ എന്നാണ് അവൾ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന ഭക്ഷിച്ചതിന് ശേഷം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു. തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവനും ഈശോ നമ്മെ പഠിപ്പിച്ചത് ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങളായിരുന്നു. ഈശോ പഠിപ്പിച്ചതുപോലെ ജീവിക്കുമ്പോൾ അത് ദിവ്യകാരുണ്യത്തിൻ്റെ ഫലമാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിച്ചു, ഭൂമിയുടെ ഉപ്പായി ജീവിക്കേണ്ടതിനെക്കുറിച്ച് പഠിപ്പിച്ചു, ശത്രുസ്നേഹത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പഠിപ്പിച്ചു.
എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ധർമ്മദാനം നൽകുമ്പോൾ എങ്ങനെ ജയിക്കണമെന്നും കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്നും ഒക്കെ ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഇതൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിറയേണ്ട അനുഭവങ്ങളാണ്. ഈശോയുടെ മലയിലെ പ്രസംഗം മുഴുവനും നമുക്ക് ലഭിക്കുക ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെയാണ്. അപ്പം ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. അത് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ മാറേണ്ടത്. ദിവ്യകാരുണ്യത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു മാറ്റമാണ്. ദിവ്യകാരുണ്യം സ്വീകരിച്ച് നമുക്ക് നമ്മളെ തന്നെ മാറ്റാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ദിവ്യകാരുണ്യത്തിൻ്റെ ഫലം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി അതുപോലെ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദിവ്യകാരുണ്യ അനുഭവം നമ്മളെ വളർത്തും. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലും അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയിലും ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്തായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പസ്തോലന്മാർ ദിവ്യകാരുണ്യം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവർ ലോകം മുഴുവനും ഈ സുവിശേഷവുമായിട്ട് കടന്നുപോയി. ക്രിസ്തുവിനെ പോലെ അവർ ദിവ്യകാരുണ്യത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അവർ ലോകത്തോട് മുഴുവൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 48-ാമത്തെ തിരുവചനം, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഒരിക്കലും മരിക്കാതിരിക്കാൻ ഭക്ഷിക്കേണ്ടത് ഈ അപ്പമാണ്. ഇത് മന്ന പോലെയല്ല. മന്ന ഭക്ഷിച്ച പിതാക്കന്മാരൊക്കെ മരിച്ചുപോയി. മന്ന താൽക്കാലിക വിശപ്പടക്കുന്നതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത അപ്പമായിരുന്നു. ഇതും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഇത് നമുക്ക് ജീവൻ തരാൻ വേണ്ടി ഇറങ്ങി വന്ന അപ്പമാണ്. ആദ്യത്തെ മരണം പറുദീസായിലാണ് സംഭവിച്ചത്. ആ മരണത്തിൻ്റെ ദുരന്തം പേർന്നവരാണ് ഇന്നും മനുഷ്യവർഗം മുഴുവനും. ലോകത്തിലേക്ക് മരണം പ്രവേശിച്ചത് പറുദീസായിലെ ആദ്യത്തെ ആ മരണത്തോടു കൂടിയാണ്. ആ മരണത്തിൻ്റെ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ, ആ ആദ്യത്തെ മരണത്തിൻ്റെ ഫലങ്ങൾ ഈ ഭൂമിയിൽ, നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിൽ അതിനൊരവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് ഈശോ. ഈ അപ്പം ഭക്ഷിച്ചാൽ ഒരിക്കലും മരിക്കില്ല. ആദ്യത്തെ പഴം തിന്നപ്പോൾ ആദവും ഹവ്വയുടെയും ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നു. ഈ ഈശോയിലൂടെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ ഈശോയിലൂടെ ഈ ജീവൻ്റെ അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോൾ അതെല്ലാം മാറി നമ്മളിൽ ഒരു നിത്യജീവൻ നമ്മളിൽ നിറയുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഫലമാണ് സ്നേഹം. ഈ ഫലം നമ്മൾ കാണുന്നത് പരസ്പരം കാല് കഴുകുന്ന, വിനയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സ്നേഹമാണ്. അപ്പോൾ പ്രത്യേക താല്പര്യം, നമ്മളൊക്കെ ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലരെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നത് എൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഞാൻ അവരെ സ്നേഹിച്ചില്ലെങ്കിൽ എൻ്റെ പല കാര്യങ്ങളും മുടങ്ങും എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരെ സ്നേഹിച്ചില്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ നേട്ടങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ കൊണ്ടാവാം. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിക്കാതെയുള്ള, പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള സ്നേഹമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സ്നേഹം, ഭൂരിപക്ഷം സ്നേഹങ്ങളും വരുന്നത് നമ്മുടെയൊക്കെ പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്നേഹമാണ്. അപ്പം യഥാർത്ഥ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹമാണ് വിശുദ്ധ കുർബാനയുടെ ഫലം. ഇന്ന് നമ്മളിൽ ഈ സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ബന്ധുമിത്രാദികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അയൽക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ സ്നേഹത്തിൻ്റെയൊക്കെ പിന്നിൽ യഥാർത്ഥ സ്നേഹമാണോ എന്ന് ചില അനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാം. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷ അതിലാണ് അടങ്ങിയിരിക്കുന്നത്. യഥാർത്ഥ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ. ഒരു ഉദാഹരണം, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കാണുന്ന ചിലൊരു പ്രത്യേകതയാണ്, മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ, മരണ വീടുകളിൽ നമ്മളൊക്കെ പോവാറുണ്ട്.
പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ മരണ വീടുകളിൽ കാണുന്നുണ്ട്. പണ്ടൊക്കെ മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹത്തെ കാണാമായിരുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ഒരു ആത്മാവുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ആത്മാവിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമ്മളവിടെ ചെല്ലുന്നത്? നമുക്കൊരു പക്ഷേ പ്രിയപ്പെട്ടവർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തോട് നമുക്ക് ഒരു കടപ്പാടുണ്ടാവാം, അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മറക്കാനാവാത്ത ചില ഉത്തരവാദിത്വങ്ങളാണ്. അതുകൊണ്ട് മരണ വീടുകളിലൊക്കെ നമ്മൾ പോവുകയും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്തിമ കർമ്മങ്ങളിൽ നമ്മൾ പലപ്പോഴും പങ്കെടുക്കാറും ഉണ്ട്. പക്ഷേ ഇന്നത്തെ പ്രത്യേകത, ഏത് മരണ വീട്ടിൽ ചെന്നാലും കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നവരെ കാണാം. കുറച്ച് പേര് അവിടെ ഇരുന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശതമാനം ആൾക്കാരും മാറി നിന്ന്, അത്ര അടുത്ത ബന്ധുക്കളല്ലാത്തവർ ഒക്കെ മാറി നിന്ന് വർത്തമാനം പറയുകയും ചിരിക്കുകയും കുശലങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന അത് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ മരിച്ച ആളിനെ ബഹുമാനിച്ചുകൊണ്ടും ആ കുടുംബത്തോടുള്ള നമ്മുടെ ഒരു കടപ്പാടുകൾ കൊണ്ടും ഒക്കെയാണ് നമ്മളവിടെ പോവുക. പണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നില്ലാത്തവർ മാറി നിശബ്ദരായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇങ്ങനെ നിശബ്ദരായി നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിന്ന് കാണാറില്ല. കാരണം പ്രത്യേകിച്ച് പ്രായമായി മരിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നിലപാടുകളിൽ വന്ന ഒരു മാറ്റമാണിത്. നമ്മുടെയൊക്കെ നിലപാടുകൾ ഒത്തിരി മാറിപ്പോയി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കെല്ലാം കടമയുണ്ട്. കാരണം എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും ആഗ്രഹിക്കണം. എന്നിട്ടോ അവരെയൊക്കെ പ്രാർത്ഥനയിലൂടെ, പ്രത്യേകിച്ച് ഈ മരിച്ചു പോയവരെ പ്രാർത്ഥനയിലൂടെ സഹായിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഇത് മറന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മരണ വീടുകളിലൊക്കെ ചെന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തി സന്തോഷമായിട്ട് പിരിയുന്ന ഒരനുഭവം. പലപ്പോഴും സിമിത്തേരിയിൽ പോലും, പ്രാർത്ഥനകൾക്കിടയിൽ പോലും സംസാരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരുപാട് അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നിലപാടുകൾ, അവസ്ഥകൾ, മാനസിക അവസ്ഥകൾ, പ്രാർത്ഥനയുടെ ചൈതന്യമൊക്കെ ഇങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? നമുക്ക് പ്രാർത്ഥനയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു. ആരോടും നമുക്ക് പ്രത്യേകിച്ചൊരു, മരിച്ചവരോടുമില്ല, ജീവിച്ചിരിക്കുന്നവരോടും നമുക്കൊരു കടപ്പാടില്ല, ഒരു ബാധ്യതയില്ല. അവർ മരിച്ചതിൽ നമുക്കൊരു ദുഃഖമില്ല, ഒന്നും നമുക്കില്ലാതായിത്തീർന്നു. കാരണം നമുക്ക് സ്നേഹമില്ല. ആര് മരിച്ചാലും കുഴപ്പമില്ല, ആര് ജീവിച്ചാലും കുഴപ്പമില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവർക്ക് അവരുടെ കാര്യം. ആ ഒരു അവസ്ഥയിലേക്ക് ഇതൊരിക്കലും ദിവ്യകാരുണ്യ സംസ്കാരം അല്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹമൊക്കെ ദിവ്യകാരുണ്യത്തിലൂടെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. നമ്മൾ മരിച്ചവരെയും മാനിക്കുന്നില്ല, ആ വീട്ടുകാരെയും മാനിക്കുന്നില്ല, ആരെയും മാനിക്കാത്ത ഒരു സ്വഭാവ പ്രത്യേകതയിലേക്ക് നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് കല്യാണ വീടുകളിൽ കല്യാണ കുർബാനയ്ക്ക് ആൾക്കാർ വരുമ്പോൾ അവർ പ്രാർത്ഥിക്കാനല്ല വരുന്നത്, വധൂവരന്മാരെ കാണാനല്ല വരുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതം ഒരു അനുഗ്രഹമാക്കണമേ, നല്ലൊരു കുടുംബം തിരുസഭയിൽ വളർന്നു വരാൻ ഇടയാക്കണമേ തമ്പുരാനെ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ നമുക്കാർക്കും സമയമില്ല. നമുക്കൊക്കെ സദ്യ മാത്രം ആവശ്യമുള്ളൂ. ഈ സദ്യയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന, ഒരു തീറ്റയ്ക്ക് വേണ്ടി മാത്രം ഒത്തുചേരുന്ന ഒരു സമൂഹമായി നമ്മൾ അധപ്പതിച്ചു കഴിഞ്ഞു. സ്നേഹമില്ലാത്തതിൻ്റെ ഫലങ്ങളാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഈ സ്നേഹം തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ദിവ്യകാരുണ്യത്തിലൂടെ മാത്രമേ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായി തകർന്ന് തീരെ ദരിദ്ര അവസ്ഥയിലെത്തിയ ഒരു കുടുംബത്തെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും കൊടുക്കും, പോട്ടെ എന്ന് വിചാരിച്ച്. വീണ്ടും അവരുടെ സ്ഥിതി ഒരു സുസ്ഥിതിയിലേക്ക് എത്തുന്നതിന് അവരെ സഹായിക്കാൻ നമ്മളാരും തയ്യാറല്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. അത് നമുക്ക് വലിയ ക്ഷീണം തട്ടാത്ത വിധത്തിൽ,
നമ്മുടെ കാതലായ ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ ആരെയും സഹായിക്കാറില്ല. ഒരു റിസ്ക് എടുത്ത് ഒരു സഹായത്തിന് നമ്മൾ ആരും നിൽക്കാറില്ല. കാരണം നമുക്കതിനുള്ള സ്നേഹം ഇല്ല, അതിനുള്ള താല്പര്യം ആരോടുമില്ല. ഇത് ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, നമ്മുടെ സഭയുടെ ഒരു സന്താനമാണ് എന്ന് വിചാരിച്ച് ആരെയും വളർത്തിക്കൊണ്ട് വലുതാക്കുവാൻ നമുക്കാർക്കും ഇന്ന് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചു കഴിഞ്ഞു. ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് നല്ലത് തന്നെ, ഉറകെട്ടു പോയാൽ പിന്നെ അതിന് എന്തിനു കൊള്ളും? പുറത്തെറിഞ്ഞ് ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉപ്പ് നല്ലത് തന്നെ ഉറകെട്ടു പോയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് പുറത്തേക്കെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ ഒന്നിനും ഉപകരിക്കില്ല എന്ന് ഈശോ പറയുന്നു. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു ഉപ്പിൻ്റെ ഫലം ചെയ്യുള്ളൂ. സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്കിറങ്ങി മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ നമുക്കൊന്നിനും കൊള്ളത്തില്ല. ഇത് ഇന്ന് നമ്മൾ ചിലയിടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ട നമ്മൾ പുറത്തെറിയപ്പെട്ട് മനുഷ്യരാൽ ചവിട്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ആവശ്യമാണ്. സ്നേഹമുണ്ടെങ്കിൽ എനിക്കൊരു കരുതലിൻ്റെ സ്നേഹമായിരിക്കും അത്. ദിവ്യകാരുണ്യ സംസ്കാരം വളർന്നപ്പോൾ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായി. അപ്പസ്തോല പ്രവൃത്തി 4-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനം, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം കൂടെ ഒറ്റ ഹൃദയമായിരുന്നു. ഒരു ഹൃദയത്തിലെ ചിന്ത പോലെയായിരുന്നു അവരുടെ എല്ലാ ഹൃദയത്തിലെ ചിന്ത. അവർക്കൊരാത്മാവേ ഉണ്ടായിരുന്നുള്ളൂ. അവരാരും ആത്മാവ് നശിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കാത്തതുപോലെ അവരുടെ ആരുടെയും ആത്മാവ് നഷ്ടപ്പെടാൻ അവരാരും ആഗ്രഹിച്ചില്ല. ഒരേ ഹൃദയവും ഒരേ ആത്മാവും. അത് ദിവ്യകാരുണ്യത്തിൻ്റെ ഫലമായിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹവും സംസ്കാരവും നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. സ്വന്തം എന്ന പോലെ ആരെയും സ്നേഹിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നില്ല. അവരെല്ലാവരുടെയും മേൽ, അപ്പസ്തോല പ്രവൃത്തി 4-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനം, അവരുടെ എല്ലാവരുടെയും മേൽ കൃപാവനം സമൃദ്ധമായുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ എല്ലാവരുടെയും മേൽ കൃപാവനം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കൃപാവരം സമൃദ്ധമാകുമ്പോഴാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ആ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കുന്നത്. കാരണം കൃപാവരം സമൃദ്ധമാകുമ്പോൾ എല്ലാവർക്കും നൽകും, ആർക്കും ദാരിദ്ര്യം പാടില്ല, ആർക്കും ഒരു കുറവ് പാടില്ല എന്നൊരു മനോഭാവത്തിലേക്ക് നമ്മൾ ആരും. ദിവ്യകാരുണ്യം കർത്താവ് നമുക്ക് നൽകിയത് വിശ്വാസികൾ ഒരേ ആത്മാവും ഒരേ ഹൃദയവും ഉള്ളവരായി ആദിമക്രിസ്ത്യാനികൾ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുന്നതിനാണ്. അപ്പം അവിടെ നിന്നും മാറിയിട്ടുള്ള ഒരു ജീവിതം ദിവ്യകാരുണ്യത്തിന് യോജിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റിയത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. 1 കൊരിന്തോസ് 11-17 തിരുവചനം, നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ആഗ്രഹിക്കുന്നത് ഗുണമാണ്, പക്ഷേ ദോഷമാണ് അത് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മൾക്ക് ഗുണമാണോ നമുക്ക് ദോഷമാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. 11-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി പറയാം, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം മാത്രം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ.
11-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരം അത് നമുക്ക് ഗുണത്തിന് പകരം ദോഷമായിത്തീരുന്ന ഒരനുഭവത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു തിരിച്ചുവരവിന് ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ടാകും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മാമോദിസ. അപ്പനും അമ്മയും തലേ ദിവസം കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അന്ന് രാത്രി ആ പിതാവ് കൊച്ചു മാമോദിസ മുങ്ങിയതിൻ്റെ സന്തോഷം അവൻ തന്നെ ആസ്വദിക്കുവാൻ മദ്യം കഴിച്ചു. മദ്യപാനത്തിന് ശേഷം വലിയ കലഹം ആ വീട്ടിലുണ്ടായി. ഭാര്യയെ ഒരുപാട് തല്ലി. അങ്ങനെ മാമോദിസായുടെ ഒരു ചൈതന്യമല്ല അന്ന് ആ കുടുംബത്തിൽ നടന്നത്. പിറ്റേ ദിവസം ആ പിതാവ് വന്ന് ഒരു കൂസലും കൂടാതെ ഈ തെറ്റുകളെല്ലാം ചെയ്തതിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു സംഭവം. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഭയവുമില്ലാതെ നമ്മൾ തെറ്റുകൾക്കും പാപങ്ങൾക്കും ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ജീവിതശൈലി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൻ്റെ ഗുണമല്ല, അത് നമുക്ക് ദോഷമായി തീരുകയാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമൂഹത്തിലാണ് കൂടുതൽ രോഗികളെ നമുക്കിന്ന് കാണാനായിട്ട് പറ്റുക. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലർ മരിച്ചു പോകുന്നതിനും കാരണം ഇതാണ് എന്ന്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്, വിശുദ്ധ കുർബാന ഓരോ ദിവസവും ഞാൻ ഉൾക്കൊള്ളുന്നത് യോഗ്യതയോടെയാണോ? ഇല്ലെങ്കിൽ രോഗിയാവാം, ദുർബലമാവാം, ചിലപ്പോൾ മരിച്ചു പോകാം, ചിലപ്പോൾ രോഗിയായി ദീർഘനാൾ കിടപ്പിലാവാം. അങ്ങനെയുള്ള എല്ലാവരും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും, ഞാൻ ദിവ്യകാരുണ്യം അയോഗ്യതയോടെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏത് തെറ്റ് ചെയ്താലും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് ഒരു മടിയും ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ അധപ്പതിച്ചിട്ടുണ്ട്. ഇത് പൈശാചികമായ ഒരു പ്രവൃത്തിയാണ് എന്ന് വേണം നമ്മളെപ്പോഴും മനസ്സിലാക്കുവാൻ. വലിയ അയോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിച്ച യൂദാസിനെ നമുക്കറിയാം. യൂദാസിൻ്റെ ജീവിതത്തിൽ വലിയൊരു അയോഗ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. കാരണം കർത്താവിൻ്റെ സാന്നിധ്യം, ആ ദിവ്യകാരുണ്യം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. ഒന്ന് കുമ്പസാരിക്കുവാൻ അവന് സാധിച്ചില്ല, ഒന്ന് പശ്ചാത്തപിക്കുവാൻ അവന് സാധിച്ചില്ല. പാപം ചെയ്യാൻ തീരുമാനിച്ചു. പാപം ചെയ്യാൻ എടുത്ത തീരുമാനം അവൻ അതിലൊരു മാറ്റവും വരുത്തിയില്ല. കർത്താവിൻ്റെ വാക്കുകൾ അവനിലൊരു രൂപാന്തരീകരണം സംഭവിക്കാൻ ഇടവന്നില്ല. പശ്ചാത്താപമില്ലാതെ ഈ ജീവൻ്റെ അപ്പം ജീവൻ്റെ നാഥനിൽ നിന്ന് തന്നെ അവൻ വാങ്ങി ഭക്ഷിച്ചു. പാപത്തിൽ അവൻ ഉറച്ചു നിന്നു. പാപത്തിൽ അവൻ ഉറച്ചു നിന്നു. ഇതെല്ലാം അവൻ്റെ നാശത്തിന് കാരണമായി തീർന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നമ്മൾ വിധിക്കപ്പെടുകയില്ലായിരുന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ദിവ്യകാരുണ്യ സ്വീകരണങ്ങൾ എങ്ങനെയാണ്? യൂദാസിൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം പോലെയാണോ? ആദിമക്രിസ്ത്യാനികളുടെ ദിവ്യകാരുണ്യ സ്വീകരണം പോലെയാണോ എൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം? നമുക്ക് ദിവ്യകാരുണ്യം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ കത്തിജ്വലിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കും. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.
ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൊരു പരിവർത്തനം വരുത്താൻ സഹായിക്കണമേ. ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കാനും ആ നാഥനെ മാനിക്കാനും എനിക്ക് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മഹാ അത്ഭുതമാണ് ദിവ്യകാരുണ്യം. ഞങ്ങളുടെ ജീവൻ്റെ കാരണവും ഈ ദിവ്യകാരുണ്യമാണ്. കർത്താവേ, ഈ ദിവ്യകാരുണ്യത്തെ ഒത്തിരി സ്നേഹിക്കാനും ദിവ്യകാരുണ്യത്തെ മാനിക്കാനും ദിവ്യകാരുണ്യത്തെ ഭക്തിയോടെ ഉൾക്കൊള്ളുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും അതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഞങ്ങളിൽ നിന്നും ദിവ്യകാരുണ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടാനും അങ്ങനെ സമൂഹം മുഴുവനും ലോകം മുഴുവനും ദിവ്യകാരുണ്യ ഫലത്തിൽ വരാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.